നിങ്ങൾ എപ്പോഴെല്ലാം ആലോചിച്ചിട്ടുണ്ടോ 90s കിഡ്സ് എത്ര പാവം പിടിച്ച പിള്ളേരായിരുന്നു? ഇപ്പോഴും ആ ഒരു നിഷ്കളങ്കത 90s കിഡ്സിന് ഇപ്പോഴും ഉണ്ട്. ഇന്നത്തെ ആഡ്സ് ആയാലും സാധനങ്ങളായാലും ഭക്ഷണ സാധനങ്ങളായാലും കളിപ്പാട്ടങ്ങളായാലും ഒക്കെ ഇന്നത്തെ വെച്ച് നോക്കുമ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. 90s കിഡ്സിൻ്റെ സമയത്തുള്ള ഒരേ ഒരു ആഡ് ഇപ്പോഴും വരുന്നതെന്ന് വെച്ചാൽ ആ ഹാപ്പി ജാമിൻ്റെ മാത്രമേ ഉള്ളൂ. സന്തോഷം കൊണ്ട് എനിക്കിരിക്കാം വയ്യേ ആഡ് കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ. അത് അന്നും ഇന്നും ആ പിള്ളേർ അത്രയും തന്നെ വളർന്നിട്ടുള്ളൂ. ആ ആഡ് ഇപ്പോഴും സെയിം തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ആ ഒരു ആഡ് മാത്രമേ ഉള്ളൂ. ഇത് പണ്ടെല്ലാം പാട്ടിൻ്റെ രൂപത്തിലായിരുന്നു ആഡുകൾ വരുന്നത്. ഇപ്പം അതൊക്കെ മാറി. നമുക്ക് ഭയങ്കര നിഷ്കളങ്കതയായിരുന്നു അന്നത്തെ 90s ഒരു മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞു കളഞ്ഞാൽ പിള്ളേരും എല്ലാവരും നിഷ്കളങ്കമായിട്ടുള്ള പിള്ളേരായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ 4 തിരിച്ച് പറയുന്ന പിള്ളേരാണുള്ളത് തന്നെ. ഫ്രണ്ട്സിനെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഇപ്പം ഒരു സാധനം നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടുകാർ പറയും. ഫോർ എക്സാമ്പിൾ ചൂയിങ്കം. എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ചൂയിങ്കം പാമ്പിൻ്റെ തോല് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുന്നതൊക്കെ ആയിട്ട്. ഇന്നത്തെ പിള്ളേരോടൊന്ന് പറഞ്ഞു നോക്കി. അവർ റിസർച്ച് ചെയ്തിട്ട് ChatGPT ചോദിച്ചിട്ട് പറയും, അമ്മേ അതങ്ങനല്ല, ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അമ്മയ്ക്ക് തെറ്റിപ്പോയതാണെന്ന് പറയും. എൻ്റെ ചേച്ചിയുടെ മോളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. അവൾ സ്കൂളിൽ പോകാൻ പോലും ആയില്ല. പക്ഷേ അവളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കിന് അവൾ ആദ്യം നമ്മളെ നോക്കും, നമ്മൾ ഏത് രീതിയിലാണ് പറയുന്നതെന്ന്. അപ്പോൾ അത് വെച്ച് അവൾ ജഡ്ജ് ചെയ്യും ഈ പറയുന്ന കാര്യം സത്യമാണോ കള്ളമാണോ എന്ന്. പക്ഷെ നമുക്ക് ആ ഒരു ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു. വീട്ടുകാർ പറയുന്നതായിരുന്നു അവസാന വാക്കും ഒക്കെ. പിന്നെ അന്ന് പിള്ളേരെ പേടിപ്പിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കണ്ണുരുട്ടി കാണിച്ചാൽ തന്നെ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. അതിൽ നമ്മൾ പേടിച്ച് അവിടെ ഇരിക്കുമായിരുന്നു. ഇന്നത്തെ പിള്ളേരെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു നോക്കേ, അവർ തിരിച്ച് 2 വട്ടം കണ്ണുരുട്ടി കാണിക്കുക. അവരെ പേടിച്ച് നമ്മൾ നിൽക്കേണ്ട അവസ്ഥയായി ഇപ്പോൾ. 90s കിഡ്സ് ഏതെങ്കിലും ആൾക്കാരുണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം തുണി സെലക്ട് ചെയ്തവർ, സ്വന്തം ഇടാനുള്ള ഡ്രസ്സ് സ്വന്തം ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്ത്? ആരും കാണത്തില്ല. ഒരു സമയം വരെയും വീട്ടുകാരെ തന്നെ ആയിരിക്കും എടുത്തുവിടുക. പക്ഷെ ഇന്ന് അങ്ങനെയാണോ അവസ്ഥ? ഇന്ന് പിള്ളേരോട് പിള്ളേർക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങാൻ പോയാൽ പിള്ളേരെ കൊണ്ടായിരിക്കും പോകുന്നത്. എന്നിട്ട് പറയും, മോക്ക് ഇത് വേണോ, ഈ റെഡ് കളർ ഡ്രസ്സ് വേണോ, അതോ ഈ ഗ്രീൻ കളർ ഡ്രസ്സ് വേണോ, ഏത് ഡ്രസ്സ് വേണം? കൊച്ചു സംസാരിക്കാൻ പോലും തുടങ്ങി കാണത്തില്ലായിരിക്കും. ആ കൊച്ചിനോടാണ് കാണിച്ചത് ഇത് ചോദിക്കുന്നത്. ആ കൊച്ചിനെ കളറ് പോയിട്ട് ഈ സാധനത്തിൻ്റെ എന്ത് സാധനമാണെന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥയായിരിക്കും. അപ്പോഴും ആ കൊച്ചിനോട് നമുക്ക് ചോയ്സ് കൊടുത്ത് ചോദിക്കുവാണ്. ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെന്തോ എടുക്കും. ഈ പിള്ളേർ സ്വന്തമായിട്ട് സെലക്ട് ചെയ്തവരാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ നേരത്തെ അവർക്ക് ചോയ്സ് കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്രകാരം തന്നെ പോകും. പക്ഷെ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരുന്നോ, ഇത് ഇഷ്ടമല്ല അമ്മ, വേണ്ട അമ്മ എന്ന് പറഞ്ഞാൽ, വേണ്ട ഇത് നീ ഇട്ടാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വരും. അത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇട്ടേ പറ്റൂ. ആ അവസ്ഥയായിരുന്നു. പിന്നെ 90s കിഡ്സിൻ്റെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ അന്ന് TV കണ്ടാൽ കണ്ണടിച്ച് പോകുമെന്നായിരുന്നു എല്ലാവരും പറയുന്നത്. ഇന്ന് പിള്ളേരുടെ ഫോണിലെ ഇത് മാറ്റാൻ വേണ്ടി പിള്ളേർക്ക് TV അഡിക്ഷൻ കൊണ്ടുവരാൻ നോക്കുകയാണ്. വീട്ടിൽ എൻ്റെ ചേട്ടൻ്റെ മോന് വേണ്ടി അവൻ ഫോൺ എപ്പോഴും യൂസ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഈ ഫോണിലെ യൂട്യൂബ് കാര്യങ്ങളെല്ലാം TV-യിലിട്ടു. വലിയ സ്ക്രീനിൽ കാണുമ്പോൾ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ അവസ്ഥ എന്തുവായിരുന്നു? TV കണ്ടു കഴിഞ്ഞാൽ അരമണിക്കൂറിൽ കൂടുതൽ TV കണ്ടു കഴിഞ്ഞാൽ കണ്ണ് മനലാവും എന്ന് പറയുന്ന അച്ഛനമ്മമാരായിരുന്നു നമുക്കുള്ളത്. 90s കിഡ്സിന് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മൾ അച്ഛനമ്മമാരെ പേടിച്ചായിരുന്നു ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ അച്ഛനമ്മമാരായപ്പോൾ നമ്മളിപ്പോൾ പിള്ളേരെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയായി മാറി.